ഗൈസ്, അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിലൊക്കെ പോയതിനു ശേഷം പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഭ്രമരം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് നമ്മൾ പോയി കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചായ കുടിക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ ചായയും കുടിച്ച് നമ്മൾ നേരെ നടന്നു തുടങ്ങി. ഇവിടെ ആണെങ്കിൽ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പുല്ല് വെച്ചിട്ടുള്ള ചെറിയ വീട് പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന ചെടി കണ്ടോ, ഇത് ഞാൻ വിചാരിച്ചത് മുല്ലപ്പൂവിന്റെ ഏതൊരു വെറൈറ്റി ആണെന്നാണ്. പക്ഷെ അതല്ലായിരുന്നു കേട്ടോ, ഇത് കാപ്പിയുടെ ചെടിയാണ് കേട്ടോ. ഇതാണ് അതിന്റെ പൂവ്. ഞാൻ നിലത്ത് കിടന്ന് ഒരെണ്ണെടുത്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന വിഷ്വൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കാണുന്നത്. ചേച്ചി ഏതോ ഒരു പുല്ലെടുത്ത് മണത്തിട്ട് ചേട്ടനും കൂടെ മണക്കാൻ കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ കാണുന്ന പുല്ല് കണ്ടില്ല, ഇത് പുൽത്തൈലം ഉണ്ടാക്കുന്നതിന്റെ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ആ വ്യൂ പോയിന്റിൽ എത്തി. ഇതാണ് കേട്ടോ ഭ്രമരം വ്യൂ പോയിന്റ്. ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഈ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പിന്നെ അവിടുന്ന് നേരെ നടന്നത് ട്രീ ഹൗസിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ വന്നപ്പോഴേ നോട്ട് വിട്ടതാണ്. പക്ഷെ ഇതിൽ കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ, ഇറങ്ങിയത് ഓർമ്മയില്ല. കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.